എറണാകുളം കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ കഞ്ചാവ് കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. കേസിലെ മുഖ്യപ്രതി അനുരാജ് കഞ്ചാവ് വാങ്ങാൻ ഗൂഗിൾ പേ വഴി 16,000 രൂപ കൈമാറി എന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ച് വിപണനം തുടങ്ങിയിട്ട് 6 മാസമായെന്ന് പോലീസ്. കാണാതായ 2 കിലോ കഞ്ചാവിന് വേണ്ടി തിരച്ചിൽ തുടരും. ഇതര സംസ്ഥാന തൊഴിലാളിക്കായും അന്വേഷണം ഊർജിതം. ആലുവയിൽ താമസിക്കുന്ന ഇയാളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. നിതിൻ അംബുജനാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നിതിൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നു. ഗൂഗിൾ പേ വഴി 16,000 രൂപ കൈമാറിയിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നു. അപ്പോൾ അനുരാജിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളാണ് ഈ വരുന്നത്. ഒപ്പം തന്നെ ഈ ആലുവയിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഈ മൊബൈൽ ടവർ ലൊക്കേഷൻ നോക്കി അത് നടക്കില്ല അയാളെ പിടിക്കുക എന്നുള്ളത്, അല്ലേ? സ്മിത, പ്രജിൻ, ഗുഡ് മോർണിംഗ്. എന്തായാലും കളമശ്ശേരി പോളിടെക്നിക് കോളേജ് അത് ഒരു ലഹരി വിതരണ കേന്ദ്രമാണെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അത് ശരിവെക്കുന്ന മൊഴിയാണ് എന്തായാലും ഇപ്പോൾ പ്രതികളെല്ലാം തന്നെ നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 6 മാസമായി ഇത്തരത്തിൽ ലഹരി എത്തിച്ച് വിതരണം ചെയ്യുന്നു എന്നാണ് അറസ്റ്റിലായ പ്രതികളെല്ലാം തന്നെ നൽകിയിരിക്കുന്ന മൊഴി. മാത്രമല്ല അനുരാജിനെ ആഷിഖ് വഴി അനുരാജ് വഴി പിന്നീട് ഹോസ്റ്റലിലേക്ക് ഈ ലഹരി വിതരണം ചെയ്യുകയായിരുന്നു, കഞ്ചാവ് വിതരണം ചെയ്യുകയായിരുന്നു. അനുരാജ് ഷാലിക്കിനും ആഷിഖിനും ഏതാണ്ട് 16,000 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കുറച്ച് പണം നേരിട്ടാണ് കൈമാറിയിരിക്കുന്നത്. നേരത്തെ പരിചയമുള്ള ആളായതിനാൽ കടമായും ഇത്തരത്തിൽ കഞ്ചാവ് നൽകിയിട്ടുണ്ടെന്നാണ് ഷാലിക്ക് നൽകിയിരിക്കുന്ന മൊഴി. അതുപ്രകാരമാണ് പിന്നീട് ഹോസ്റ്റലിൽ എത്തിച്ച് പിന്നീട് കഞ്ചാവ് വിതരണം ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ കൂടുതൽ പേർ, ഈ 4 പേര് മാത്രമല്ല ഈ കേസിൽ കൂടുതൽ പേരിൽ പണമിടപാട് നടന്നിട്ടുണ്ടെന്ന ഒരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഷാലിക്കിനും ആഷിഖിനും ഇതര സംസ്ഥാന തൊഴിലാളി വഴിയാണ് ഈ കഞ്ചാവ് ലഭിച്ചതെന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം. എന്തായാലും ചില ആളുകളെല്ലാം തന്നെ പോലീസിന്റെ നിരീക്ഷണത്തിൽ ഇപ്പോഴുണ്ട്. ആലുവയിൽ താമസിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. നേരത്തെ സ്മിത സൂചിപ്പിച്ച പോലെ തന്നെ ഇയാളുടെ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. എന്തായാലും പോലീസ് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. ചില ആളുകളെ ഒരു നിരീക്ഷണത്തിലാണെന്നാണ് പോലീസ് പങ്കുവയ്ക്കുന്ന വിവരം. എന്തായാലും വൈകാതെ ഈ കേസിലെ കൂടുതൽ പ്രതികളെ പിടികൂടാൻ സാധിക്കുമെന്ന ഒരു വിവരം തന്നെയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത്. എന്തായാലും ആദ്യം ഈ കേസിൽ ആദ്യം അറസ്റ്റിലായത് ആകാശാണ്. അതിനുശേഷമാണ് പിന്നീട് ഷാലിക്കും ആഷിഖും, ഈ ക്യാമ്പസിലെ പൂർവ്വ വിദ്യാർത്ഥികളെ ഷാലിക്കും ആഷിഖും അറസ്റ്റിലാവുന്നത്. ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് അനുരാജിന്റെ പങ്കുകൂടി വ്യക്തമാവുന്നത്. എന്തായാലും പോളിടെക്നിക് 3ാം വർഷ വിദ്യാർത്ഥിയാണ് അനുരാജാണ് ഈ പണമിടപാട് കേന്ദ്രീകരിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ പോലീസിന്റെ ഭാഗത്ത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന ഒരു വിവരം തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത്. എന്തായാലും കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ, കഞ്ചാവ് ഇവിടെ ക്യാമ്പസിലെത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. മാത്രമല്ല 2 കിലോ കൂടുതൽ കഞ്ചാവ് ഉണ്ടെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ കഞ്ചാവ് എങ്ങോട്ടേക്ക് പോയി, കാണാതായ കഞ്ചാവ് എങ്ങോട്ടേക്ക് പോയി എന്ന അന്വേഷണം ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്നും നടന്നു വരികയാണ്. സ്മിത. ശരി, നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. കാരണം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം അതിന്റെ ഹോസ്റ്റൽ ഒരു ലഹരി വിപണന കേന്ദ്രമായി പ്രവർത്തിക്കുകയായിരുന്നു. അത് ആ ക്യാമ്പസിലേക്ക് മാത്രമല്ല, ക്യാമ്പസിന് പുറത്തേക്ക്, അതായത് ഈ പറയുന്ന കളമശ്ശേരി ചുറ്റുവട്ടത്തുമുള്ള പല എറണാകുളത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കഞ്ചാവ് എത്തിക്കുന്നത് ഈ ഹോസ്റ്റലിൽ നിന്നുള്ള ആൾക്കാരാണ്, കുട്ടികളാണെന്ന് പറയുമ്പോൾ അത് എത്രമാത്രം ഗൗരവമാണെന്നുള്ള വിഷയമാണ്. എല്ലാവരും പിടിയിലാവണം. ഇതിന് പിന്നിലുള്ള കണ്ണികൾ എന്താണ്, ആരാണെന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തു വരേണ്ടതാണ്.